നമസ്കാരം. ഇന്ദിരാഭവന്റെ ഐശ്വര്യം ആര്? സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. പുതിയ KPCC പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ആലോചന പാർട്ടിയിൽ തുടങ്ങും മുമ്പ് തന്നെ കുപ്പായവും തയ്ച്ച് പലരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. പാർട്ടി പറഞ്ഞാൽ അധ്യക്ഷന്റെ ഭാരിച്ച ചുമതല ഏറ്റെടുത്ത് പാർട്ടിയെ രക്ഷിക്കാൻ പലരും തയ്യാറാണ്. ഗ്രൂപ്പ് സമുദായ ലിംഗ പ്രാതിനിധ്യങ്ങളുടെ കണക്ക് പറഞ്ഞു തുടങ്ങി. ഒന്ന് തള്ളി നോക്കുന്നതാണ്. പോകുന്നെങ്കിൽ ഇങ്ങി പോരട്ടെ, ഇല്ലെങ്കിൽ പുനഃസംഘടന വരുമ്പോൾ മാന്യമായ മറ്റൊരു സ്ഥാനം. പാർട്ടി കോൺഗ്രസ് അല്ലേ, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കണം. അനന്തരാവകാശം തിരഞ്ഞെടുക്കണ്ടേ? നിസ്സാര കാര്യ. ഞങ്ങൾ അതേക്കുറിച്ച് വിശദമായ ഒരു ചർച്ച നടത്തി. എന്നോട് അഭിപ്രായം ചോദിച്ചു, പലതും ഉരുത്തിരിഞ്ഞു. എന്തായാലും ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. എന്ത് സൂചന കിട്ടിയിരിക്കണേ? കുലീനത്വം, തറവാടിത്തം, കാര്യശേഷി, കുശാഗ്രബുദ്ധി, ഇതൊക്കെ ഒത്തിണങ്ങിയ ഒരാളെ പരിഗണിക്കുന്നുണ്ട്. അതാരാ? ഈ തറവാട്ടിലുള്ള എല്ലാവർക്കും ആ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരാളുണ്ട്. ഇനിയിപ്പോ ആള് തന്നെ വേണോ ഇല്ല മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങള്. ചിലപ്പോ അത് കുഞ്ഞിലക്ഷ്മി അമ്മ ആയിക്കൊടുന്നില്ല. ആവണമെന്നില്ല. കാർത്തിയാനി അമ്മയാകാം, അയ്യോ ഞാനോ, ശത്രുവേട്ടനാകാം, ശങ്കരൻകുട്ടി ചേട്ടനാകാം, തിരുമേനിയാകാം. എന്തിന് കോന്തുണ്ണി മാമയ്ക്ക് വരെ ചാൻസ് ഉണ്ട്. അയ്യോ, അപ്പൊ ചുരുക്കത്തിൽ എല്ലാവർക്കും ആശയ്ക്ക് വകയുണ്ട്. എന്നാലോട്ട് ആരും ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അതായത് അതേലിട്ട കോണാൻ പോൾ വിവാഹപ്രായമായ എത്തി നിൽക്കുന്ന ചെറുപ്പക്കാരനോട് കല്യാണം കഴിപ്പിച്ച് തന്നാൽ വിവാഹം കഴിക്കുമോ എന്നാരെങ്കിലും ചോദിക്കുമോ? പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അതൊരു വാർത്തയല്ല. അത് പലരും വാർത്തയാക്കുന്നത് കാണുമ്പോൾ എനിക്ക് തിരി വന്നിട്ടുണ്ട്. കാരണം പാർട്ടി ഏത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും ആരും ഏറ്റെടുക്കും. സജീവ കോൺഗ്രസ് പ്രവർത്തകരും ഭാരവാഹികളൊക്കെ ആയിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടോ? സ്വപ്നമൊരു ചാക്ക്, തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. സ്വപ്നമൊരു ചാക്ക്, തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. നരച്ച തലയാവാം, നരപ്പിച്ച തലയാവാം, വെളുത്ത തലയാവാം, വെളുക്കാത്ത തലയാവാം, എന്തുമാവാം. പക്ഷേ പാർട്ടിയെ പ്രത്യേകിച്ച് പ്രതിപക്ഷത്താണ് കേരളത്തിൽ തിരിച്ചധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരാളായിരിക്കണം. KPCC വൈസ് പ്രസിഡന്റിന് താൽക്കാലിക ചുമതല കിട്ടുമെന്ന് കേൾക്കുന്നതാണ് MM ഹസൻജിയുടെ പ്രതീക്ഷ. ഗ്രൂപ്പ് സമവാക്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ച MLA മാരുമുണ്ട്. സാധ്യതാ പട്ടികയിൽ പലരും ഇടം പിടിച്ചിട്ടുണ്ട്. ചിലർ പട്ടികയിൽ സ്വന്തം പേരുകൂടി ചേർത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. പരിഗണനാ പട്ടികയിൽ വരുന്നത് തന്നെ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ധാരാളം പദവികൾ വഹിച്ചിട്ടുണ്ട്. KSU സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, DC സെക്രട്ടറി, 2-3 തവണ MLA, MP, അങ്ങനെ പല പദവികൾ വഹിച്ചിട്ടുണ്ട്. ഏറ്റെടുക്കുന്ന പദവിയോട് നീതി പുലർത്തിയാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. പാർട്ടി ഏത് പദവി ഏൽപ്പിച്ചാലും അതിനോട് നീതി പുലർത്തും. ഞാൻ മഹാരാജാസിലെ കോളേജിൽ വൈസ് ചെയർമാനായി എൻ്റെ രാഷ്ട്രീയം ആരംഭിക്കുന്നത് 1977-ലാണ്. അന്ന് എൻ്റെ കമ്മിറ്റിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നയാളാണ് PT തോമസ്. PT തോമസ് പിന്നീട് DCC പ്രസിഡൻ്റായി, MP ആയി, MLA ആയി, അങ്ങനെ പല പദവികളിലും എത്തി. അതിലൊരു പ്രധാന കാരണം അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, അയാൾ പുരുഷനാണ് എന്നൊരു കാരണമായിരുന്നു. ഇവനില്ലേ അവകാശം കനവിന് വളമിടുവാൻ, അതിലെന്താണ് അപരാധം? ഇതുപടി വഴി പറയാൻ അനുദിനമലയും പല പല വഴിയേ നിലവിനു പിറകെ ആരെടുക്കും ഇനി ഇതിനൊരു നടപടി. സോണിയാഗാന്ധി AICC പ്രസിഡന്റായ പാർട്ടിയിൽ ഒരു വനിത KPCC പ്രസിഡന്റായാൽ എന്താ കഴിക്കുമോ? UP-യിൽ റീത്ത ബഹുഗുണ ജോഷിയെ PCC പ്രസിഡന്റാക്കിയില്ലേ എന്ന് ലാലി വിൻസെൻറ്റ്. പക്ഷേ അവിടെ ഒറ്റ കാര്യമേ സംഭവിച്ചിട്ടുള്ളൂ. പാർട്ടി MLA-മാരുടെ എണ്ണം ഒറ്റയക്കമാക്കി മാറ്റിയത് അവരുടെ മാത്രം സംഭാവനയല്ലായിരിക്കാം. പക്ഷേ പാർട്ടിയെ വെയിലത്ത് നിർത്തി റീത്ത മാഡം BJP-യുടെ തണലിൽ ജയിച്ചു കയറി. മണിപ്പൂരിൽ BJP-ക്ക് കുടപിടിക്കുന്ന ഗവർണർ നജ്മ ഹെപ്തുള്ളയും പണ്ട് കോൺഗ്രസ്കാരിയായിരുന്നു. ആര് KPCC പ്രസിഡന്റ് ആകുമെന്നതിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. വനിതകൾക്ക് അവസരം നൽകേണ്ടതാണ്. സ്വാഭാവികമായും പാർട്ടി ഉത്തരവാദപ്പെട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിനും സംഘടന ശക്തമാക്കുന്നതിനും തിരഞ്ഞെടുപ്പുകളെ നേരിടുന്നതിനുമൊക്കെ
ശക്തരാണ് സ്ത്രീകൾ എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ആർഷ സംസ്കാരത്തെ വെല്ലുവിളിക്കാനുള്ള തന്റേടമാണ് നമ്മൾ സ്ത്രീകൾ എന്ന് കാണിക്കേണ്ടത്. അലങ്കരിക്കപ്പെട്ട ഒരു കളിപ്പാട്ടം പോലെ ഷോക്കേസുകളിൽ വെച്ച് ആസ്വദിക്കാനുള്ളതല്ല സ്ത്രീയുടെ ജീവിതം. സ്വന്തം കാലിൽ നിന്ന് പുരുഷ മേധാവിത്വത്തിനെതിരെ പോരാടാൻ ഓരോ സ്ത്രീക്കും കഴിയണം. നല്ല രീതിയിൽ പുരുഷന്മാരുടെ സഹകരണവും സഹായവും ഉണ്ടെങ്കിൽ വനിതകൾക്കും PCC പ്രസിഡന്റുമാരാകുന്നതിൽ തെറ്റൊന്നുമില്ല. മുമ്പ് റീത്ത ബഹുഗുണ ജോഷി UPയിൽ PCC പ്രസിഡൻ്റായി ഇരുന്നിട്ടുണ്ട്. നല്ല ഭംഗിയായി തന്നെ അവർ പാർട്ടി നയിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് അവസരം നൽകിയാൽ മാത്രമാണ് അവരുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കുന്നത്. പുകമറയിൽ സ്ത്രീയെ നിർത്തിക്കൊണ്ട് കഴിവ് തെളിയിക്കൂ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അതിന് കഴിയാതെ വരും. അവസരങ്ങൾ നൽകുക എന്ന വലിയ ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. ലിംഗവിവേചനം പാർട്ടി അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുമുണ്ട്. പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ജയിക്കുന്ന ഒരു സീറ്റ് പോലും വനിതയ്ക്ക് കൊടുക്കാത്ത പാർട്ടിയാണോ സംസ്ഥാന അധ്യക്ഷ പദവി വനിതയ്ക്ക് നൽകുന്നത്? DCC പ്രസിഡന്റ് പദവിയിലേക്ക് വനിത വന്നതു തന്നെ ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടാണ്. ലിംഗനീതിയുടെ കാര്യത്തിൽ ഭാവിയിലെങ്കിലും പാർട്ടിയിൽ ഒരു തിരുത്തൽ വന്നാലോ അന്ന് ലാലി വിൻസെന്റിനെ ഓർക്കാവുന്നതാണ്. ജയിക്കുന്ന സീറ്റുകൾ പോലും സ്ത്രീകൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ മടി കാണിക്കുന്ന ഒരു നേതൃത്വത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജയിക്കുന്ന സീറ്റുകളിൽ സ്ത്രീകളെ നിർത്തിയിരുന്നുവെങ്കിൽ സ്ത്രീ വിഷയങ്ങൾ സംസാരിക്കാൻ അസംബ്ലിയിൽ മേമ്പൊടിക്ക് പോലും സ്ത്രീകളില്ലാത്ത സാഹചര്യം ഉണ്ടാകുമായിരുന്നോ? 50-50% പങ്കുവെച്ച് ഒരു ഭരണം പാർട്ടിയുടെ അകത്തും ജനാധിപത്യ രീതിയിലും ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായും പാർട്ടി ഭാരവാഹികളിൽ 50% സ്ത്രീകളുണ്ടായാൽ അതിലെന്താ തെറ്റുള്ളേ? സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. BJPയുമായുള്ള മധുവിധു കാലം കഴിയും മുമ്പ് ബന്ധം ഒഴിയുന്നതിനെക്കുറിച്ചാണ് BDJSലെ ചിന്ത. ദൈവം ചേർത്തവരെ മനുഷ്യർ വേർപിരിക്കാൻ പാടില്ലെന്നാണ് പറയാറ്. ഇവിടെ ഈ രാഷ്ട്രീയ ബാന്ധവത്തിന് പിറവി നൽകിയ ദൈവം വെള്ളാപ്പള്ളി തന്നെയാണ് വിവാഹമോചനത്തിനു വേണ്ടിയും വാദിക്കുന്നത്. എന്തെല്ലാം മോഹങ്ങളായിരുന്നു! മകൻ തുഷാറിന് കേന്ദ്രമന്ത്രി പദവി, ഒത്തുവന്നാൽ ഒരു ഗവർണർ പദവി, സുഭാഷ് വാസുവിനും രാജൻ ബാബുവിനും എന്തെങ്കിലും കോർപ്പറേഷൻ. ഒടുവിൽ ഒന്നും കിട്ടിയില്ല. ആകെ കിട്ടിയത് ഒരു ഹെലികോപ്റ്റർ യാത്രയും 3 കരിമ്പൂച്ചകളും. വെള്ളാപ്പള്ളിയുടെ മോഹങ്ങളുടെ കുടമുടച്ചത് BJPയുടെ കേരള ഘടകം തന്നെയാണ്. ഇത്രയും നാളായിട്ട് പോലും ഈ BDJSO അല്ലെങ്കിൽ NDAയിൽപ്പെട്ട ഘടക കക്ഷികളോട് ഇവിടെ കേരള ഘടകം BJP ഒരു മാന്യവും മര്യാദയും കാണിച്ചു എന്ന് തോന്നുന്നില്ല. അത് സെൻട്രൽ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അമിത്ഷായോ അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയോ നമ്മളോട് അനീതി കാണിച്ചു എന്നൊരു ആക്ഷേപം നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടുന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും ഇവിടുത്തെ ചെയ്യുന്നില്ല. നേരത്തെ മുരളിയായിരുന്നു, മുരളി മാറി നേരെ കുമ്മനം വന്നപ്പോൾ കുമ്മനമെങ്കിലും അതൊരു മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളും തെറ്റുതിരുത്തി ഘടകകക്ഷികളുടെ കൂടെ നിർത്താനുള്ള കർമ്മശേഷി കാണിക്കും എന്ന് ഞങ്ങളൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നു. തകർന്നു വീണു താമരമാലകൾ കരിഞ്ഞു വീണു തകർന്ന സ്വപ്നങ്ങൾ തൻ മണിയറ വിട്ടു നീ ഇനിയെങ്ങു പോകുന്നു രാജപുത്രി. ഏതായാലും മറ്റുള്ളവർക്ക് കൊടുത്തത് വെച്ചിട്ട് BDJSനായാലും അതോടൊപ്പം രാജൻ ബാബു ഉൾപ്പെടെയുള്ളവർക്കായാലും ഇനി ഒന്നും കിട്ടാവുന്ന ലക്ഷണമൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടിയാൽ തന്നെ വല്ല പൊട്ടും പൊടിയും കിട്ടും. അത് മേടിക്കാതിരിക്കുന്നതായിരിക്കും അവർക്ക് അന്തസ്സെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ BJPക്ക് ഒരാളില്ലാത്തൊരു കക്ഷിയാണ്. കേരളം ഭരിക്കുമെന്ന് പോലും യാതൊരു ധാരണയില്ലാത്ത ആളുകൾക്ക് ഒരു കൂടിച്ചേരാനായിട്ട് തയ്യാറായ, രക്തസാക്ഷികളാകാൻ തയ്യാറായി വന്ന ഒരു ഘടകകക്ഷികളാണ്. അവരോട് എന്ത് നീതി നിർത്തി BJPക്ക് ഇവിടെ കേരളം ഭരിക്കാൻ സാധിക്കുമോ? ഒരു കാരണവശാലും കേരളം ഭരിക്കാൻ അവർക്ക് അടുത്ത കാലത്തൊന്നും സാധിക്കില്ല. ഇതേത് കുടം? ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചത്. നിങ്ങളുടെ കുടം പൊട്ടിച്ചില്ലേ? പൊട്ടിച്ച? ആര് പൊട്ടിച്ച്? ആര് പൊട്ടിച്ച്? ആര് പൊട്ടിച്ച്? നിങ്ങളുടെ കൂട്ടുകാരി തന്നെ, അല്ലാതാരാ? കേരളത്തിൽ ഒരു കാരണവശാലും BJP പച്ചപിടിക്കാൻ പോണില്ല.
കാരണം അവർക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി കൊണ്ടു നടക്കാനുള്ള താല്പര്യം അല്ലാതെ ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കി കൊണ്ടു നടക്കാനുള്ള താല്പര്യം അവർക്കാർക്കും ഇല്ല. അവർ പോക്കറ്റിൽ കൊണ്ട് നടക്കുകയാണ് BJP-ന്. പിന്നെ അങ്ങനെ കൊണ്ടു നടക്കണത്തോളം കാലം എങ്ങനെ BJP-യുടെ വളരും? വെള്ളാപ്പള്ളി ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ സമ്മർദ്ദ രാഷ്ട്രീയമാണ് പയറ്റുന്നത് എന്ന് BJP-യും കണ്ടു. കടുത്ത വെള്ളാപ്പള്ളി വിരുദ്ധനായ VM സുധീരൻ KPCC അധ്യക്ഷ പദവി ഒഴിഞ്ഞിരിക്കുന്നു. UDF-ലേക്ക് ചേക്കേറാൻ ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ. പുതിയ ലാവണം തേടുകയാണ് വെള്ളാപ്പള്ളി. കോൺഗ്രസിന് ഇനിയൊരു നല്ല കാലം വരാൻ പോയത്. അയാൾ പോയാലല്ലാതെ കോൺഗ്രസ് രക്ഷപ്പെടത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പം രാജിവെച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു നല്ല കാലം തുടങ്ങിയെന്ന് എൻ്റെ അർത്ഥം. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും? ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. ഒന്നാലോ ആർക്കെങ്കിലും വേണോ? എയ്ക്കും വേണ്ട ഐക്യം വേണ്ടാത്ത ഈ ആള് നേരത്തെ തന്നെ മാന്യമായി പറഞ്ഞു പോയിരുന്നെങ്കിൽ മാന്യത ഉണ്ടായിരുന്നു. ഇവിടെ ആർക്ക് വേണം? ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട ആളെന്താണ് മൂന്നാമതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലേ ഇവിടെ ചെയ്തത്? ഒരു ആദർശമില്ലാത്ത ആദർശത്തിൻ്റെ പരിവേഷം അണിഞ്ഞ് നടക്കുന്ന ഒരു ചെന്നായല്ലേ. നീ പകപോക്കാണല്ലേടാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടി ആരാണ് ആള്? കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിനെ തള്ളിക്കളഞ്ഞിട്ട് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ആധിപത്യം ഈ സുധീരന് എടുക്കാമെന്ന് വിചാരിച്ചാൽ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ലേ അത്? തടസ്സം മാറി. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച് ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറന്നിട്ട് അക്ഷരം മിണ്ടില്ലേ? വക്രദൃഷ്ടിയിൽ ഇടവേള. ഞെട്ടിയുണർന്ന് മണിയാശാൻ. എന്നെ തല്ലല്ലേ, ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടോ.